ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. പേര് അർച്ചന. ചേച്ചി ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? അർഹതയുള്ളവരെയാ സഹായിക്കേണ്ടത്. ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സാർ, ഇതെന്റെ പെങ്ങളല്ല. അവളല്ല. എന്റെ ദൈവമേ. നമുക്ക് പോവാം. വാ. എന്താ അമ്മ ഇത്? മരിച്ചത് അവളല്ലെന്ന് അറിഞ്ഞപ്പോ ആശ്വസിക്കല്ലേ വേണ്ടത്? അമ്മ എന്തിനാ കരയുന്നേ? അമ്മേ, ഇങ്ങനെ കരയില്ലേ അമ്മേ? നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എനിക്ക് എന്റെ മോളെ ഇപ്പൊ തന്നെ കാണോടാ. അമ്മേ, പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അല്ലേ തന്നെ നമ്മളെ വിട്ട് അവളെ എവിടെ പോകാനാ? അകത്ത് കിടക്കുന്നത് എന്നെ പോലെ ഏതോ ഒരു അമ്മ പറ്റുമ്പോളാ. അവർക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റൂട മോനെ. ഇതുപോലൊരവസരം എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നീ എനിക്ക് അവളെ തിരിച്ചു കൊണ്ടു തരണം. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവളെ അമ്മയ്ക്ക് തിരിച്ചു കൊണ്ടും തരും. ഞാനല്ലേ പറയുന്നേ, അവർക്കൊന്നും സംഭവിക്കില്ല. അമ്മ വാ. മോളെ, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. പേടിക്കാനൊന്നുമില്ല. എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. ദേ, ഈ ഇരിക്കുന്ന സഹോദരിമാരെ കണ്ടില്ലേ? പെങ്ങളെപ്പോലെ സ്വന്തം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവരും ആത്മഹത്യയെ ഇറങ്ങി പുറപ്പെട്ടവരും മറ്റുവാ. അവരെല്ലാം ഇപ്പൊ ഈ വീടിന്റെ അഭയത്തില. വാ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആ, സുധാകരേട്ടൻ കൊള്ളാലോ. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പോയ ആളാ. 2 ദിവസമായി, ഒന്ന് വിളിച്ചു പോലുമില്ല. തിരക്കായിരുന്നു കുട്ടി. അല്ല, ചേച്ചി എവിടെ? ചേച്ചി പൂജാമുറിയില്ല. ആ, ഇതാരാ സുധാകരേട്ടാ? ഇത് അർച്ചന. ഞങ്ങള് ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. ഞാൻ പോയി ചേച്ചിയെ വിളിച്ചോണ്ട് വരാം.
ചേച്ചി പൂജാമുറി ഇറങ്ങി കാണും. ആഹാ, ഇതാര്? സുധാകരനോ? ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കുട്ടികളായിരിക്കുമെന്ന്. ഇതാരാ സുധാകര? ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. പേരർച്ചന. ചേച്ചി ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? അർഹതയുള്ളവരെയാ സഹായിക്കേണ്ടത്. ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അങ്ങനെ പറയരുത്. ഇതൊരു പാവം കുട്ടിയാ. എത്ര പേരെ സഹായിക്കുന്നയാളാ ചേച്ചി. ആ, അതൊക്കെ ശരിയാ. വീടും കുടുംബവും ഇല്ലാത്ത അനാഥരായി വരുന്ന പെൺകുട്ടികളെയാ ഞാൻ സഹായിക്കുന്നെ. ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ സുധാകര. ഈ കുട്ടിക്ക് ഇപ്പൊ ആരുമില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ചേച്ചി ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ആദ്യം ഇവള് ആരാ എന്താന്നൊക്കെ അറിയണ്ടേ? ആ, എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് വേണോന്ന്. ആ. വാ. ചെല്ലു കുട്ടി. ചെല്ല്. വാ മോളെ, ഇവിടെ ഇരിക്കാം. വാ. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. രേവതി, രേവതി, എന്താ ചേച്ചി? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ആ, കുഞ്ഞുറങ്ങിയെങ്കിൽ മുറി കൊണ്ടുപോയി കിടത്തിക്കോ. വേണ്ട, ഞാൻ വെച്ചോളാം. ചേച്ചി, കാര്യം ഞാൻ പറയാം. ഈ കുട്ടി ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരിക. അത് തെറ്റാ. എന്നെ അവിടെ ആരും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇറങ്ങിപ്പോന്നതാ. കേട്ടില്ലേ സുധാകര ഇവള് പറയുന്നതൊക്കെ? സംസാരം കേട്ടിട്ട് ഇവളത്ര പാവൊന്നൊന്നും തോന്നുന്നില്ല.